എല്ലാവരോടും യാത്ര പറഞ്ഞു. ഒന്ന് കാണണ്ടേ? ആരെ? ഹരീന്ദർ സിംഗിനെയോ? എന്തിന്? അത് നമ്മുടെ ഹരിയല്ല അച്ചു. നമുക്ക് തോറ്റുകൊടുക്കാം. അവൻ തന്നെ ജയിച്ചോട്ടെ. ഇത്രയൊക്കെ ആയിട്ടും അവന് നമ്മളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. കഴിയില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ ഹരിക്ക് കഴിയില്ല. കാരണം നിങ്ങളുടെ ഹരിയുന്നില്ല. ഈ വിവാഹം അതെല്ലാത്തിനും ഒരു പരിഹാരമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ നിങ്ങൾക്ക് കാണേണ്ടത് ഹരീന്ദർ സിംഗിന്റെ മരണമാണ്. കഴിഞ്ഞ 7 വർഷങ്ങൾ മനസ്സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇനി നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും അതുണ്ടാവുന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷെ എന്റെ മുമ്പിൽ വേറെ വഴികളില്ല. എന്റെ നിവർത്തികേടാണത്. ഹരി, അതെ, ഹരിയാണ്. പക്ഷെ ഞാനത് സമ്മതിക്കുന്ന നിമിഷം ഹരീന്ദറിന്റെ മരണവുമാണ്. ഹരി, ഒരു കുറ്റവാളിയെ പോലെ ഇങ്ങനെ വേഷമാണ് നടക്കാൻ എന്ത് തെറ്റാ നീ ചെയ്ത്? അച്ഛന്റെ മരണത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. അതോർത്താണോ നീ? തിരിച്ചു വരണമെന്ന് എത്രയോ തവണ ആഗ്രഹിച്ചു. എനിക്കതിന് കഴിയുമായിരുന്നില്ല. ഒരു ഏറ്റുപറച്ചിലല്ല, എന്റെ സാഹചര്യങ്ങൾ. എങ്കിൽ പറ, എന്നെ പോലും വേണ്ടെന്ന് വെക്കാൻ മാത്രം എന്ത് വലിയ സാഹചര്യം അറിയാട്ടുണ്ടായത്? എനിക്കതറിയണം. ആ സമാധാനത്തിൽ ഇനിയുള്ള കാലം ഞാൻ ജീവിച്ചോളാം. അത് പറയാൻ തന്നെയാ ഞാൻ വന്നത്. ഇനി ഒരിക്കലും ഹരിയെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാതിരിക്കാനെങ്കിലും നിങ്ങളത് അറിയണം. അമ്മാവന്റെ മരണത്തിന് മുന്നിൽ പകച്ചു പോയപ്പോ നാട് വിടാൻ തീരുമാനിച്ചെങ്കിലും ഉള്ളിൽ ഉറച്ച പ്രതീക്ഷയുണ്ടായിരുന്നു, എന്നെങ്കിലും തിരിച്ചു വരാൻ കഴിയുമെന്ന്. പക്ഷെ അന്ന് ആ രാത്രി. പ്ലീസ്. ഹലോ, ഞാനും കൂടി വന്നോട്ടെ. അയാളായിരുന്നു യഥാർത്ഥ ഹരീന്ദർ സിംഗ്. ഒരുപാട് സംസാരിക്കുന്ന പ്രകൃതം. എന്റെ കഥ ചോദിച്ചറിയുന്നതിനേക്കാൾ അയാളുടെ കഥ എന്നോട് പറയുന്നതിലായിരുന്നു കൂടുതൽ താല്പര്യം. ഇതാ എന്റെ കുടുംബം. അച്ഛൻ പഞ്ചാബിയാ, അമ്മ മലയാളിയും. ആ നടുക്ക് നിൽക്കണ ഞാൻ. ബാക്കി മുഴുവൻ പെങ്ങന്മാരാ. ഒരു 10 വയസ്സാണ് ഓർമ്മയുള്ളൂ. അതെന്ത് പറ്റി? ഒരു കളവ് 10ാം വയസ്സില് കൂട്ടുകാരുടെ മുന്നിൽ ആളാവാൻ നോക്കിയതാ. ബാപ്പുജി അറിയാതെ ബാഗിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിച്ചു. ഒരു സൈക്കിൾ വാങ്ങാൻ പൊതിരെ തല്ലിയിട്ട് കാശ് എടുത്തതിനല്ല, എടുത്തില്ല എന്ന് കളവ് പറഞ്ഞതിന്. കളവ് പറയുന്നത് മാത്രം ബാപ്പുജിക്ക് സഹിക്കില്ല. അന്നത്തെ വേദനയും അപമാനവും എന്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ നാടുവിട്ടു. തിരിച്ചു ചെല്ലണമെന്ന് പല തവണ ആഗ്രഹിച്ചതാ. പക്ഷെ മനസ്സ് നിറയെ വാശിയായിരുന്നു. ജോലി ചെയ്ത് കൈ നിറയെ സമ്പാദിച്ചിട്ട് ബാപ്പുജിയുടെ മുമ്പിൽ പോയി നിൽക്കണം, എന്നിട്ട് മാപ്പ് പറയണം. ഈ യാത്ര അവരുടെ അടുത്തേക്കാ. ബാപ്പുജിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, അതെല്ലാം തീർക്കണം. പെങ്ങന്മാരെ കെട്ടിച്ചയക്കണം. സ്വപ്നങ്ങൾ ഒരുപാടുണ്ടോ. താൻ മടങ്ങിച്ചിരുന്ന കാര്യം അവർക്ക് അറിയൂ? പിന്നെ ഞാൻ അറിയിച്ചു. അവരെല്ലാം എന്റെ വരവ് കാത്തിരിക്കുക. अगर तूने हमारा पैसा ना लौटाया तो हमें मालूम है पैसा कैसा वसूल करना है. 4 ദിവസം മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ മോഹം വന്നോണ്ടിരിക്കുക. നിങ്ങളുടെ കാശ് മുഴുവൻ തിരിച്ചു തന്നോളാം. ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ അവധിയാ. അടുത്ത തവണ വരുമ്പോ പലിശ അടക്കമുള്ള മുഴുവൻ പൈസയും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഹലോ, എന്നെ അവര് തിരിച്ചറിയോടോ? ഹരീന്ദർ അവരെ തിരിച്ചറിയോ? പിന്നെ
അവരെ തിരിച്ചറിയാണ്ട്? എന്നാ അവരും തിരിച്ചറിയും. ആ. താൻ വരുന്ന എന്റെ കൂടെ ഒരു ധൈര്യത്തിന്? തമാശ പറഞ്ഞാടോ. എടോ, തനിക്ക് വണ്ടി ഓടിക്കാരോ? ഇതാ പോവാ. താൻ വേണമെങ്കിൽ ഒന്ന് ഉറങ്ങിക്കൂടും. എനിക്ക് ഉറക്കം വരില്ലടോ. വെറുതെ കണ്ണടച്ചിരുന്ന് സ്വപ്നം കാണാൻ പോവാ. തിരിച്ചു കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ, എന്റെ കുടുംബം. से आते हैं हमें तड़पाते हैं, चिट्ठी आती है वो पूछे जाती है कि घर कब आओगे, कि घर कब आओगे। എനിക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. ഇല്ലല്ലേ, അവര് തന്നെ കാണണ്ട. ഒരു രാത്രി 2 മരണം. അറിയാതെങ്കിലും രണ്ടിനും ഉത്തരവാദി ഞാനാണെന്ന വിശ്വാസം. ഞാൻ ആകെ തകർന്നുപോയി.